എറണാകുളത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി യുവതി. തൃക്കാക്കര ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അലി ഷായ്ക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം. കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്ന് യുവതി കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. നിരന്തരമായ ലൈംഗിക പീഡനം, 1 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനും യുവതിക്കുമെതിരെ വധഭീഷണി, നഗ്നചിത്രങ്ങൾ ഉപയോഗിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തൽ എന്നിങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളാണ് കോൺഗ്രസ് നേതാവായ അലി ഷാനെതിരെ ഇരയായ യുവതി ആരോപിക്കുന്നത്. പീഡന പരാതിയിലുപരി എന്നെ പീഡിപ്പിച്ച് കുട്ടിയുണ്ടായിട്ട് ആ കൊച്ചിനെ കൊല്ലാൻ ശ്രമിച്ചതും എന്നെ 6 മാസത്തെ ഇവർ നിർബന്ധിച്ച് കൊണ്ടുപോയിട്ട് എൻ്റെ വയറ് കീറിയതാണ് ഞാൻ അവിടെ പരാതി കൊടുത്തിരിക്കുന്നത്. യുവതിയും അലിയും തമ്മിൽ 3 വർഷത്തിലേറെയായി പ്രണയത്തിലായിരുന്നു. ഇതിനിടയിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നുവെന്നും യുവതി പറയുന്നു. ഇതിന്റെ തുടക്കം അലീഷാനിൻ്റെ ഒരു ചേട്ടൻ ഇവിടുത്തെ കോൺഗ്രസ് ആയിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വോട്ട് ചോദിക്കാനാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് വൈഫായിട്ട് ഡിവേഴ്സിലാണ്, എന്നെ കല്യാണം കഴിക്കാമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ കൂടെ നിന്നത്. പിന്നെ അങ്ങനെ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ പുള്ളി കളയണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നിർബന്ധമായിരുന്നു. ഞാനത് കളഞ്ഞില്ല. പിന്നെ ഇവരുടെ ഫാമിലി എല്ലാവരും ഇതായിട്ട് വന്നു. കുട്ടി ജനിച്ചതിന് ശേഷം അലിയും അലിൻ്റെ ഭാര്യയുണ്ട് നസ്ല അലി, അത് എനിക്ക് 5 മാസം പ്രഗ്നൻ്റ് ആയപ്പോഴാണ് ഈ സ്ത്രീ എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവർ തമ്മിൽ ഡിവേഴ്സ് അല്ല എന്നുള്ളത് ഈ സ്ത്രീ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. കേസ് അട്ടിമറിക്കാനായി തനിക്കെതിരെ ഇയാൾ ഹണി ട്രാപ്പാണെന്ന് ചൂണ്ടിക്കാട്ടി വ്യാജ പരാതി നൽകിയതായും യുവതി പറയുന്നു. ഇപ്പോൾ ഇൻഫോ പാർക്കിൽ ഈ അലി ഷാന എനിക്കെതിരെ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കേസ് അവിടെ ഫയൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറയുന്നത് ഞാൻ ആളിനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കുറച്ച് പൈസ മേടിച്ചു എന്നാണ് പറയണത്. ഞാനൊരു 28 ലക്ഷം രൂപേൻ്റെ അടുത്തോളം ഈ അലി ഷാനയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അക്കൗണ്ട് ത്രൂ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചാറ്റിങ് കാര്യങ്ങൾ, ഇയാളെ അക്കൗണ്ട് നമ്പർ മൊത്തം എവിഡൻസ് ഉണ്ട്. ഇതൊന്നും എന്നോട് ഇതുവരെ പോലീസുകാർ ചോദിക്കുകയും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് അവരെന്നോട് ചോദിച്ചിട്ടില്ല. കേസ് അട്ടിമറിക്കാൻ ഇൻഫോ പാർക്ക് പോലീസ് ശ്രമിക്കുന്നുവെന്ന് യുവതി ആരോപിക്കുന്നു. പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടക്കാത്തതിനാൽ മുഖ്യമന്ത്രിക്കും DCC പ്രസിഡന്റിനും വനിതാ കമ്മീഷൻ, സിറ്റി പോലീസ് കമ്മീഷൻ, ശിശുക്ഷേമ സമിതിയിലും യുവതി പരാതി നൽകിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.